മൂന്നാറിൽ കാട്ടുകൊമ്പൻ പടയപ്പയുടെ ശല്യം വർദ്ധിക്കുന്നു. ജനവാസ മേഖലയിൽ നിന്നും പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ ഇറങ്ങിയ പടയപ്പ പരാക്രമം നടത്തിയിരുന്നു. ആനയെ ഉൾവനത്തിലേക്ക് തുരത്താൻ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. ദിവസവും മൂന്നാറിലും ജനവാസ മേഖലയിലും പടയപ്പയുടെ ശല്യം വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ പടയപ്പ മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ ഇറങ്ങി പരാക്രമം നടത്തി. ഈ സമയം റോഡിൽ വിനോദസഞ്ചാരികൾ അടക്കമുള്ള വാഹന യാത്രികരുണ്ടായിരുന്നു. റോഡിലൂടെ എത്തിയ ബസ്സിന് നേരെ പരാക്രമം നടത്താൻ കാട്ടുകൊമ്പൻ പാഞ്ഞെടുത്തു. ബസ് ഡ്രൈവർ വാഹനം പിറകോട്ടെടുത്തതോടെയാണ് കാട്ടുകൊമ്പൻ പിൻവാങ്ങിയത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പടയപ്പ മൂന്നാർ ടൗണിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാവുകയും പിന്നീട് ആനയെ തുരത്തി ഓടിക്കുകയുമുണ്ടായി. തോട്ടം മേഖലകളിലെ ലയങ്ങൾക്കരികിലെത്തി പടയപ്പ കൃഷിനാശം വരുത്തുന്ന സാഹചര്യവുമുണ്ട്. മുമ്പ് ശാന്ത സ്വഭാവക്കാരനായിരുന്ന പടയപ്പ സമീപകാലത്ത് സ്ഥിരമായി ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്ന സാഹചര്യമുണ്ട്. വേനൽ കനക്കുന്നതോടെ പടയപ്പയുടെ ശല്യം വർദ്ധിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കാട്ടുകൊമ്പനെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.